ഗൈസ്, ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടുപോലെ തന്നെ ഒരു നല്ലൊരു മാജിക്കൽ റെമഡി ആയിട്ടാണ്. അപ്പൊ ഈ ഒരു സീക്രട്ട് ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഇത് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു വീഡിയോ വരാൻ പോകുന്നതെന്ന്. ഈ പിമ്പിൾസ് ആക്നി എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെയുള്ള ഒരു പ്രോബ്ലമാണ്. കൂടുതലായിട്ടും ടീനേജേഴ്സിനാണേലും ഓയിലി സ്കിൻ ഉള്ളവർക്കാണേലും ഇത് കൂടുതലായിട്ടും കാണുന്നതാണ്. ഇപ്പതേ എനിക്കിതാ ഇവിടെ ഒരു 2 പിമ്പിൾസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എപ്പോൾ പിമ്പിൾസ് വന്നാലും ഞാൻ ഉടനെ ചെയ്യുന്ന ഒരേ ഒരു പാക്കാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് പാക്ക് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഇതൊരു സിറം പോലെയാണ്. ഇതൊരു സിറം കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. അപ്പം ഈ ഒരു സിറം നിങ്ങൾ യൂസ് ചെയ്താൽ പിമ്പിൾസ് മാത്രമല്ല, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അൺഇവൻ സ്കിൻ ടോൺ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ല ബെസ്റ്റ് സിറം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നാച്ചുറലായിട്ട് വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിത് മേക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫേസിൽ മെയിനായിട്ടും പിമ്പിൾസ് ഉണ്ടാവാൻ കാരണം ബാക്ടീരിയ, ഓയിലി സ്കിൻ, പിന്നെ നമ്മുടെ ക്ലോഗ്ഡ് ആയിട്ടുള്ള പോർസ് ഒക്കെ ആണെങ്കിൽ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ, PCOD അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും പിമ്പിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഒത്തിരി വലിച്ചു നീട്ടില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നമ്മുടെ സിറത്തിനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മളിത് ഡെയിലി യൂസ് ചെയ്യും വേണ്ട, വീക്ക്ലി 2 to 3 ടൈംസ് മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. ഡെയിലി യൂസ് ചെയ്യരുത് ആരും. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചണവിത്ത് നമുക്ക് എല്ലാ അങ്ങാടിക്കടയിലും എല്ലാ ആയുർവേദിക് ഷോപ്പിലും നമുക്ക് വാങ്ങാൻ കിട്ടും. അതിന് അധികം പൈസയൊന്നുമില്ല, ജസ്റ്റ് ഒരു 40 rupees 50 rupees ആ ഒരു റേഞ്ചിൽ നമുക്ക് അത് മേടിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് ഒരു 3-4 ഗ്രാമ്പുവാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് നമ്മൾ യൂസ് ആക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളവും മാത്രം മതി. ഇതാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ്. ഈ ഫ്ലാക്സ് സീഡ് ഞാനിപ്പോൾ ഒരു ടിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എല്ലാ ആയുർവേദ ഷോപ്പിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആയുർവേദ ഷോപ്പിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കുവാണെങ്കിലും ഫ്ലാക്സ് സീഡായിട്ടും കിട്ടും, ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലായിട്ടും എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ടാണ് നമ്മുടെ സിറം മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് നമ്മുടെ ഫ്ലാക്സ് സീഡ് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 സ്പൂണ് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ഒത്തിരി സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ ഒരു 3 ഗ്രാമ്പൊക്കെ ഇട്ടാൽ മതിയാകും. നോർമൽ സ്കിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് കുറച്ച് ഗ്രാമ്പ് ഇടുന്നതിന് കുഴപ്പമില്ല. നമ്മുടെ സ്കിന്ന് ഒത്തിരി സെൻസിറ്റീവ് ആണെങ്കിൽ അധികം യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങളിത് കുക്കാക്കി എടുക്കുമ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്കാക്കി എടുക്കാനായിട്ട്. ഇത് കുക്കാക്കി എടുക്കാനായിട്ട് ഒത്തിരി ടൈമൊന്നും എടുക്കത്തില്ല, ഒരു 2-3 മിനിറ്റേ എടുക്കത്തുള്ളൂ. അപ്പോൾ അത് നല്ല ജെൽ കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ജെല്ല് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജെൽ കൺസിസ്റ്റൻസിയിലായപ്പോൾ തന്നെ ഞാൻ അത് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജെല്ലാണ് നമ്മുടെ മാജിക്കൽ ഹാക്ക്. അപ്പം ഇത് ഈ ഒരു കളറിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പം നല്ല ചൂടായിട്ടായിരിക്കണേ. അപ്പം ചൂട് കുറച്ചൊന്ന് ആറിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാവേ. ക്ലോവ് എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള ഒരു സ്പൈസസ് ആണ്. പിന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡിലാണെങ്കിൽ omega-3 അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫേസിന് ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കില്ലേ, ആ സെയിം ഒരു എഫക്റ്റ് തന്നെയാണ് ഈ ഒരു ഫ്ലാക്സ് സീഡിനും ഉള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടോക്സ് ഒക്കെ എടുക്കുന്ന നമ്മുടെ വ്രിങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ഒക്കെ ആണെങ്കിൽ നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ആ ഒരു എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഈ ഒരു ഫ്ലാക്സ് സീഡ് സിറം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് നോക്കിയാലോ. ഇപ്പോൾ നിങ്ങൾ നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ആ പിമ്പിളിൽ മാത്രം വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് മുന്നേ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാനത് പറയാൻ കാരണം ചിലവർക്ക് ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ അലർജി ഉണ്ടാവും. അപ്പോൾ ചിലവർക്ക് ക്ലോവിനോടൊക്കെ അലർജി ഉള്ളവരുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ നല്ലൊരു ഹീലിംഗ് സ്റ്റാർട്ടാവും. നിങ്ങൾക്ക് ഈ ഒരു ജെല്ല്
ഒരു 1 വീക്ക് വരെ നിങ്ങളുടെ ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. ഇതൊരിക്കലും വെളിയിൽ വെക്കരുത്, ഇത് കേടായി പോകും. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഒരു 15 to 20 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് ഫേസിൽ വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. നമ്മളെ ഇപ്പം ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള ഓവർനൈറ്റ് ഫേസ് പാക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? ആ ഒരു ഫേസ് പാക്കിൻ്റെ അതേ ഒരു റിസൾട്ട് തന്നെയാണ്. PCOD ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കൊണ്ട് ഫേസിൽ നിറയെ ആക്നിയൊക്കെ വരുന്നവർക്ക് ഇത് നല്ലൊരു ബെസ്റ്റ് റെമഡിയാണ്. ഈ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നമുക്ക് ഫേസിൽ മാത്രമല്ല നമ്മുടെ ഹെയറിലും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഒന്നാണ്. പക്ഷേ ഇതിൻ്റെ മേക്കിംഗ് ഇങ്ങനെയല്ല. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഓൺലൈനിലല്ലാണെങ്കിലും ഫ്ലാക്സ് സീഡിൻ്റെ ബോട്ടിൽ ജെല്ല് അവൈലബിൾ ആണ്. പക്ഷെ നമുക്കതൊന്നും ട്രസ്റ്റബിൾ അല്ല. അത് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ആപ്സ് ഗുഡ്നസിൻ്റെ ഒക്കെ ആണെങ്കിലും നമുക്ക് ഓൺലൈനിൽ കിട്ടും, ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ മേക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും, അത് നാച്ചുറൽ ആണ് എന്നുള്ളൊരു വിശ്വാസത്തോടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചാലോ? അപ്പോൾ ഇതാ നമ്മുടെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ഓവർനൈറ്റ് മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഓവർനൈറ്റ് കിടക്കുമ്പോൾ നമ്മുടെ ഫേസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് അപ്ലൈ ചെയ്തിട്ട് 50 മിനിറ്റ്സ് കഴിയുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അല്ലേ? അപ്പോൾ ഇതാ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചീക്ക് ഏരിയയിലൊക്കെ ഉള്ള ഒരു ഗ്ലോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് ഉണ്ടായിരുന്ന ഗ്ലോയും ഇപ്പോഴുണ്ടാകുന്ന ഗ്ലോയൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അതൊരു ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.